ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ കിങ് ഫിഷാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഇവിടെ ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇത്രയൊന്ന് അരച്ചുകൊണ്ട് വരാം. ഈ അരച്ചെടുത്ത മസാല മീനിൻ്റെ 2 വശത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഈ മീൻ ഞാനൊരു അരമണിക്കൂറാണ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് കഴിഞ്ഞ് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കൂടുതൽ എണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മീൻ പൊരിക്കുന്ന അതേ എണ്ണയിൽ തന്നെയാണ് പിന്നെ മസാല വഴറ്റിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം മൊരിച്ചൊന്നും എടുക്കുന്നില്ല, ചെറുതായിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു വശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മീനിൻ്റെ 2 വശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലോട്ട് ഇനി കുറച്ച് എണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള 3 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ മീനിൽ മാത്രമാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 3 സവാള മാത്രം എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതേ എണ്ണയിൽ തന്നെ വഴറ്റുമ്പോൾ ആ സവാളയ്ക്കൊക്കെ ഒരു മീനിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടിക്കോളും. ഇതിലോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള വഴന്ന് വരുന്ന സമയത്ത് ഇതിൽ ചേർക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരണം. പിന്നെ ഇനിയും സവാളയിലോട്ട് ഞാൻ അങ്ങനെ പൊടികളൊന്നും അധികം ചേർക്കുന്നില്ല. ഈ പച്ചമുളക് മാത്രമേ ഉള്ള എരിവിന് ചേർക്കുന്നുള്ളൂ. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. ഇപ്പോൾ സവാള ഒരുവിധം വഴന്നിട്ടുണ്ട്. അതിലോട്ട് ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ടിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയുടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ പുളിക്ക് വേണ്ടി ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മീൻ ബിരിയാണിയാണല്ലോ, അപ്പോൾ അല്പം പുളിയുള്ളത് നന്നായിരിക്കും. ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് വേകാൻ വേണ്ടി ഞാനൊരു 10 മിനിറ്റ് പാത്രം അടിച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ മസാല നന്നായിട്ട് വെന്ത് കിട്ടും. ആ സവോളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ ഇതിലോട്ട് എടുക്കുമ്പോഴൊക്കെ പൊടിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ പാത്രമാണെങ്കിൽ നന്നായിരിക്കും, നല്ല വീതിയുള്ളത്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരൊറ്റ ലെയറായിട്ട് മീനൊക്കെ നന്നായിട്ട് നിരത്തിയിടാൻ പറ്റും. എൻ്റെ പാത്രം ഇപ്പോൾ അത്ര വലുതൊന്നുമല്ല. കുറച്ച് മസാലയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് പാത്രം അടിച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ആ മസാലയൊക്കെ മീനയിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കും. ആ സമയത്ത് ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള അരി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം അത് നല്ലതുപോലെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏലക്ക ഉണ്ട്, ഗ്രാമ്പൂ, പട്ട, അതുപോലെ തക്കോലം ഉണ്ട്,
പിന്നെ പെരിഞ്ജീരകവും അതുപോലെ ബേ ലീഫും ഉണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേക്ക് അതിലോട്ട് വളരെ കുറച്ച് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചോറങ്ങനെ കുഴഞ്ഞു പോകത്തില്ല. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ നെയ്ച്ചോർക്ക് വെക്കുമ്പോൾ ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. പക്ഷേ ഇത് ബിരിയാണി ആയതുകൊണ്ടാണ് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കുറച്ചത്. നമുക്കൊരു 80% വേവ് മതിയല്ലോ. അത് കഴിഞ്ഞ് ദമ്മിടുമ്പോൾ ബാക്കിയത് ശരിയായിക്കോളും. പിന്നെ അതിനൊരു നല്ല മണം കിട്ടാൻ വേണ്ടി കുറച്ച് പുതിനയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് പാത്രം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ദം ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഈ ഫിഷ് മസാല ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെയാണ് ദമ്മും ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ മീൻ ബിരിയാണി ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. ഒറ്റ ലെയറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ സവോളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറേശ്ശെ ഇട്ട് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനിയൊരു തവി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പാത്രം അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് വേണം ആവി കയറ്റിയെടുക്കാൻ. ഒരു 15 മിനിറ്റൊക്കെ മതിയാവും മിക്കവാറും. ഇതിപ്പോൾ നന്നായിട്ട് ഇതിൽ ആവിയൊക്കെ കയറിയിട്ടുണ്ട്. മുകളിലിങ്ങനെ നമുക്ക് ആവി വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. അതിനുവേണ്ടി ഞാൻ ആ ചോറൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. എന്നിട്ടാണ് മസാലയും അതുപോലെ ചോറും കൂടി മിക്സ് ചെയ്ത് വിളമ്പുന്നത്. ബിരിയാണിക്ക് എപ്പോഴും ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.